ഞാൻ കേണൽ സിംഗ് ആണ്. ഞാനിപ്പോ ആലോചിക്കുന്നത് നിങ്ങൾ രണ്ടിൽ എന്റെ മോട്ടു ആരാണ്. അവന്റെ ചെറുപ്പത്തിൽ ഞാൻ കുറെ അതിർത്തി കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ല പട്ടാളമാവ, നിങ്ങളോ? നിങ്ങൾ എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് പട്ടാള കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന മോട്ട് ഞാൻ തന്നെയാ. ഇതെന്റെ കൂട്ടുകാരൻ പത്തലു. പത്തലു, ഇതാണ് എന്റെ പട്ടാളമാവൻ. നമസ്തേ. ഇരുന്നാലും പട്ടാളമ്മാവ. പത്തലു, ഇതിന് മൊത്തം പൊടിയാ. ഒന്ന് വൃത്തിയാകട്ടെ. സോറി സോറി, ഞാൻ കസേര വൃത്തിയാക്കാൻ എടുത്തതാ. ഒരുപാട് പൊടിയുണ്ടായിരുന്നു. ഈ പത്തല് വൃത്തിയാക്കാറൊന്നുമില്ലെന്ന്. മോട്ടു, നീ ഇപ്പോഴും ഇങ്ങനെ തടിച്ചൂരണ്ടിരിക്കുവാണോടാ? ഞാൻ വിചാരിച്ചു വലുതാകുമ്പോഴെങ്കിലും നിന്റെ വണ്ണമൊക്കെ കുറയുന്നു. പക്ഷെ നീ ഇപ്പോൾ പണ്ടത്തെക്കാളും അങ്ങ് തടിച്ചു കൊഴുത്തിരിക്കുക. നാളെ രാവിലെ മുതൽ എക്സസൈസ് തുടങ്ങണം. ഞാൻ നിന്റെ വണ്ണം കുറച്ചിട്ടേ ഇവിടെ പോകുന്നുള്ളൂ. Left, right, left, right, left, right, left, right. Come on, എണ്ണീക്ക്. 30 സെക്കൻഡിനുള്ളിൽ റെഡി ആയിക്കോണം. എക്സസൈസ് ചെയ്യാൻ പോകാനുള്ളതാ. പത്തലു, നീയും വരണം. വേഗം, നിൽക്കാൻ പാടില്ല. ഇറ്റ്സ് ആൻ ഓർഡർ. Yes, sir. എന്താ ഓടാൻ വയ്യേ? ഓക്കെ ഓക്കെ, എന്നാൽ ഇങ്ങനെ കിടന്ന് എഴഞ്ഞഴഞ്ഞു വാ. ഇറ്റ്സ് ആൻ ഓർഡർ. കം ഓൺ, ഫാസ്റ്റ്. എന്ത് മടിയന്മാരാ, വേഗം ചെയ്യണം. ഫാസ്റ്റ് ഫാസ്റ്റ്. കീപ് ക്രോളിംഗ്, കീപ് ക്രോളിംഗ്. വെള്ളമൊക്കെ തരാം ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞിട്ട്. പക്ഷെ വെള്ളം കിട്ടണമെങ്കിൽ തവളച്ചാട്ടം ചാടിയേ പറ്റൂ. കമാൺ ജവാൻ, തവളച്ചാട്ടം തുടങ്ങിക്കോ. ഗോ ഫാസ്റ്റ്. അത് നോക്ക്, ആ കുഞ്ഞൻ തവള എന്ത് വേഗത്തിലാ ചാടുന്നതെന്ന്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇത്രമാത്രം വലുതായിട്ട് എന്ത് മടിയന്മാരാണ്. കമോൺ കമോൺ ഫാസ്റ്റ്. ഇനിയും വേഗത്തിൽ, ഇനിയും വേഗത്തിൽ. എന്റെ പൊന്നു തവളച്ചേട്ടാ, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് ഇത്ര മതിയെന്ന്. Thank you, sir. വലിയേട്ടാ, രക്ഷിക്കണേ. ഞങ്ങളെ ആ പട്ടാളമ്മാവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ. ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലെ ഞെട്ടും ബോൾട്ടൊക്കെ ഇളകി കഴിഞ്ഞു. ഇനിയും കുറച്ചു ദിവസം അങ്കിൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താവും? നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ടെന്നേ. പട്ടാളക്കാരൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി നിങ്ങളുടെ പട്ടാളമാവന്റെ ഇവിടുത്തെ അവസാനത്തെ രാത്രി ആയിരിക്കും. ഞങ്ങളെ ഭൂതമാണ്, 20 കൊല്ലം പഴക്കമുള്ള ഭൂതം. ഭൂതം, ഭൂതം. ആൾക്കാരെ പേടിപ്പിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. നിങ്ങൾ എങ്ങനെ അകത്തേക്ക് വന്നത്? ഞങ്ങള് വാതിലും ജനലെല്ലാം അകത്തുനിന്ന് അടച്ചതാണല്ലോ. ഞങ്ങള് ഭൂതങ്ങളാണ്. ഞങ്ങൾക്ക് വാതിലിന്റെ ജനലിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ ഭിത്തിയുടെ അകത്തൂടെ ഒക്കെ കടന്നു വരാൻ കഴിയും. ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ഭൂതമാണ്. ഇതാരാ ഒരു പുതിയ ആള്? ഈ ഫുർഫുറെ നഗരത്തിൽ ഒരു പുതിയ ആള് വന്നു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. പുതിയ ആളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചേക്ക്. പട്ടാളമ്മാവ, നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോ. ഈ ഭൂതങ്ങൾ ഭയങ്കര അപകടകാരികളാ. ഫുർഫുറി നഗറിലേക്ക് പുതിയൊരാളെ വരുവാൻ സമ്മതിക്കില്ലേ ഇവര്. നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോളൂ. ഒരു പട്ടാളക്കാരൻ ഒരിക്കലും ഓടാറില്ല, ഓടിക്കാറേ ഉള്ളൂ. 3. ഞാൻ 3 എണ്ണി കഴിയുമ്പോ അടി തുടങ്ങും. 1 2 3.
ജവാൻ 30 സെക്കൻഡിനുള്ളിൽ റെഡി ആയിക്കോളും. വെള്ളം തരൂ അമ്മാവ, വെള്ളം. വലിയേട്ട എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ആ മിലിറ്ററി അമ്മാവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ. ഹലോ കേണൽ സിംഗ്, യുദ്ധം തുടങ്ങാനായിട്ടോ. വേഗം തിരിച്ച് ബറ്റാലിയനിലേക്ക് വന്നോളൂ. ഇറ്റ്സ് ഓർഡർ. ഓക്കേ സർ, ഞാൻ ഇപ്പൊ വരാം സർ. സർ, ഞാൻ എന്റെ കൂടെ 2 പട്ടാളക്കാരെ കൂടെ കൂട്ടുന്നുണ്ട്. അവർ ഭയങ്കര ധീരന്മാരും ശക്തിശാലികളുമാണ്. അവരുടെ പേരാണ് മോട്ടു പത്തലു. ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് യുദ്ധം അവസാനിച്ചെന്ന്. നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ആൻ ഓർഡർ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ഒന്ന് വേഗം ആലോചിക്കൂ. ഐഡിയ. ഇത് നമ്മളെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ഊരിയെടുക്കണം. മോട്ടു, നീ നിന്റെ കോടീശ്വരൻ അമ്മാവനോട് പറ വിദേശത്തേക്ക് ഇവിടെ നിന്ന് പോവാന്ന്. അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് പോകുമ്പോ ആരെങ്കിലും അദ്ദേഹത്തിന്റെ പൈസ എടുക്കാൻ വേണ്ടി കിഡ്നാപ്പ് ചെയ്തേക്കും. നാളെ രാവിലെ തന്നെ ഞാൻ എന്റെ ആ കോടീശ്വരൻ അങ്ങളെ തിരിച്ചു പറഞ്ഞു വിടും. കേട്ടോ? ഇന്നത്തെ രാത്രി കൂടുതൽ ഇരുട്ടുള്ളതായിരിക്കും. ഈ ജോൺ ദ ഡോൺ ഇരുട്ടത്തതിന്റെ അമ്മാവനെ പൊക്കിയിരിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. മോട്ടുവിന്റെ അങ്കിൾ ഈ കാര്യം പറയൂ. പൈസയുള്ള ബാഗ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഓ, കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ ഇത്. കവിതയുടെ കാര്യമൊക്കെ വിട്ട് മോട്ടുവിന്റെ അമ്മാവനെ പൊക്കാൻ നോക്കണേ. അങ്കിളെ, ഇവന്മാരൊക്കെ ഭയങ്കര ഭീകരന്മാരാ. അറിയോ? നിങ്ങൾ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ. പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. ഞാൻ ഇവന്മാരെ ഒരു നോക്കിക്കോളാം. പട്ടാളക്കാരൻ ഒരിക്കലും ഓടാറില്ല, ഓടിക്കാറേ ഉള്ളൂ. കേണൽ സിംഗ്, അറ്റാക്ക്! മമ്മി, മമ്മി. അതേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കും പത്തലു. ഇല്ലെങ്കിൽ നാളെ കാലത്ത് വീണ്ടും എക്സസൈസ് ചെയ്യാൻ പോവേണ്ടി വരും. എന്താ പറഞ്ഞു നിൽക്കുന്നേ? ഐഡിയ. ബോക്സറേട്ടാ, ബോക്സറേട്ടാ, ഞങ്ങളുടെ വീടിനകത്ത് ഏതൊരു കള്ളം കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവനെ ഇവിടുന്ന് ഇടിച്ച് ഓടിക്കാൻ പറ്റുമോ? എന്റെ അയൽപ്പക്കത്ത് തന്നെ വന്ന് മോഷ്ടിക്കാൻ മോഷ്ടാവിന് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ അവന്റെ എല്ല് നുറുക്കി കളയും. കള്ളാ, എവിടെ കള്ളൻ? കള്ളാ, മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോ. ഇരുട്ടില് കേണൽ അമ്മാവനെ കാണുമ്പോ ബോക്സറിന് മനസ്സിലാവില്ല ഇത് കള്ളനല്ല പട്ടാളക്കാരനാണെന്ന്. ബോക്സറേട്ടന്റെ ഇടി കൊണ്ട് കഴിയുമ്പോ അമ്മാവൻ ഇവിടുന്ന് താനെ ഓടിക്കോളും. അല്ലെങ്കിൽ നോക്കിക്കോ. കള്ളാ, ഇത് പടി ഇതങ്ങോട്ട് പിടിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം ശരീരം ഒന്ന് അനങ്ങി. ഹലോ മേജർ അങ്കിൾ, എങ്ങനെ ഇവിടെ വന്നെത്തി? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെ മോട്ടു. ചെറുപ്പത്തിൽ എന്നെ നിങ്ങൾ മോട്ടു എന്നാണ് വിളിച്ചിരുന്നത്, ഓർമ്മയില്ലേ? അപ്പൊ ഇവന്മാർ രണ്ടും ആരാ? ഇതെന്റെ അയൽപ്പക്കാരാ, മോട്ടു പത്തലു. ഞാനൊരു അബദ്ധം പറ്റി ഇവന്മാരുടെ വീട്ടിൽ കയറിയതാ. എന്നിട്ട് ഇവന്മാർ രണ്ടും നമ്മളെ തമ്മിൽ അടുപ്പിച്ചോ? ഇവർക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എന്റെ അങ്കിളിനെയും കൂടി തമ്മിൽ തല്ലിച്ചു. ഇനി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാനുള്ളത് ഞാൻ ചെയ്തു തരാം. മോട്ടു, അറ്റാക്ക്!
യെസ് സർ. എന്റെ മോട്ടു അത് നിന്നോടല്ല ബോക്സർ ഏട്ടനോട് പറഞ്ഞതാ. ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടിക്കോ. മോട്ടു, നീയല്ലേ പറഞ്ഞു ഇത് നിന്റെ പട്ടാള അമ്മാവനാണെന്ന്. എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിലൊരു പട്ടാളമ്മാവൻ വരാറുണ്ടായിരുന്നു. ഞാൻ കരുതിയത് അയാളായിരിക്കുന്നല്ലേ. ഓടിക്കോ. ഇപ്പൊ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിക്കവിടെ. എടാ നിക്കാനാ പറഞ്ഞത്. കൂട്ടുകാരെ, ഞാനിന്ന് എന്റെ എല്ലാ പഴയ കാറിന്റെയും പ്രദർശനം നടത്തുകയാണ്. പ്രദർശനത്തിന്റെ സംഘാടകർ ഡോക്ടർ ജഡ്കയും ഘസീറ്ററാമും ആണ്. ഞാൻ കേട്ടിരുന്നു ഘസീറ്ററാമിന് പഴയ കാറിന്റെ പ്രദർശനത്തിൽ 20 കൊല്ലം അനുഭവമുണ്ടെന്ന്. ഈ കാറുകൾ വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി മോട്ടു പത്ലുവിനെ നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർ ജഡ്ക പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഞാനാണ് ജോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ഈ കാർ ഇനി എന്റേതാണ്. പറ, എന്നോട് പൈസ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഈ കാറും എടുത്തോണ്ട് വേഗം വാ. എന്റെ രോഗികളാണ് സത്യം. ഇതിനാ പറയുന്നത് തല മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തൊന്ന്. ഓ, അതെന്റെ ഏറ്റവും വിലപിടിപ്പുള്ളതും പഴയ കാറുമാണ്. അതിന്റെ വില 5 കോടി മേലെയാണ്. പെട്ടെന്ന് പോയി പിടിക്കടാ. യെസ് സർ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരത മാതാവാണ് സത്യം. ഇന്ത്യ നിയമമാണ് സത്യം. എന്റെ അമ്മ. മോട്ടു സ്പീഡിൽ പോ. ഇനി സ്പീഡിൽ പോ. അവൻ രക്ഷപ്പെടാൻ പാടില്ല. എന്റെ മോട്ടു, നീ എന്താ ഈ പാമ്പ് പോകുന്നത് പോലെ പോകുന്നേ? നേരെ ഓടിക്കേ. ഓ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ അമ്മോ, നിക്ക്. മോട്ടു, നീ എന്തായി കാണിക്കുന്നത്? ഇതൊക്കെ നീ ജോണിനെതിരല്ലേ ചെയ്യേണ്ടത്. എന്തിനാ എന്നെങ്ങനെ ഓടിപ്പിക്കുന്നത്? വേണ്ട. മമ്മി, ഞാനും വരട്ടെ. കാറിന്റെ പുറകിൽ മനുഷ്യന്മാരുടെ ചങ്ങലയോ? ഇത് ഡോണിന്റെ ചേസാണ്, അല്ലാതെ കുള്ളേര് കളിയല്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കൊള്ളാം. കവിത കൊണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് നേരെ നോക്കി വണ്ടി ഓടിക്കടാ. എന്റെ അച്ഛന്മാർ അമ്മച്ചി എന്റെ തല ഇപ്പൊ പോയേര്. പൊളിക്കാത്തല്ലോ മമ്മി. എന്റെ അമ്മോ. രക്ഷിക്കണേ. മോട്ടു, കാറ് നിർത്ത്. കാറ് നിർത്ത്. ഇത്രയും നേരം നിർത്തി നിലവിളിച്ചിട്ട് ഇപ്പൊ ഒരുത്തരെയും കാണുന്നില്ലല്ലോ. എന്റെ അമ്മോ. ഇന്ത്യ നിയമമാണ് സത്യം. ഭാരത മാതാവാണ് സത്യം. നിർത്ത്. മോട്ടു, കാറ് നിർത്ത്. കാറ് നിർത്ത്. ഏയ്,
ഇത് ഡോക്ടർ ജഡ്കയുടെയും പത്ലയുടെയും ഗസീറ്റയുടെയും ശബ്ദമാണല്ലോ. പക്ഷെ അവരെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ, നമസ്കാരം. ഹൗ ആർ യു? നമസ്കാരം നമസ്കാരം. ഫൈൻ ഫൈൻ, താങ്ക് യു. ഓ എടാ, വെറുതെ നമസ്ത പറഞ്ഞോണ്ടിരിക്കാതെ കാറ് വലിച്ചു വിടറാ, സ്പീഡിൽ വിടറാ. മോട്ട് നമ്മുടെ ശത്രുവാ, അവനോട് കൂട്ടിലൊന്നും പോവണ്ട. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ, കവിത ഉണ്ടായവനെ കവിതയുടെ കാര്യം വിട്ടിട്ട് തല്ലുകൊള്ളാൻ റെഡി ആയിക്കോ. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, impossible. Stop. എന്റെ അമ്മോ, run. I say run. എന്റെ അമ്മോ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? മമ്മി, മതി, ഇന്ന് ഒരുപാട് വഴക്കിട്ടു. ഇനിയും എനിക്കിനി ഇടിക്കാൻ വയ്യ. വളരെ നല്ല കാര്യം മോട്ടു, നീ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഇനിയിപ്പോ എന്താ നമ്മുടെ അടുത്ത പരിപാടി? ആകാശത്ത് പോയാലും ഭൂമിയിൽ വന്നാലും നീ ഒന്നും എന്നെ വിടില്ലല്ലടാ. എന്റെ അമ്മോ, ഇതെന്ത് കുന്ത്രാണായി വരുന്നത്? എന്തായാലും ശരി, ഓടിക്കോ ചിങ്കം, ഓടിക്കോ. ഏയ്, stop. നിൽക്കാൻ. ഇത് കണ്ടോ, ഞാൻ ഈ കാറ് ജോണിന്റെ അടുത്തുനിന്ന് പിടിച്ചെടുത്തു. വരൂ, നമുക്ക് തിരിച്ചു പോവാം. പക്ഷെ അവൻ മറ്റേ കാറ് കൊണ്ടുപോയില്ലേ. വാ, പുറകെ പോ. ബോസ്, ഇറങ്ങിയിട്ട് തള്ളണമെന്നാ തോന്നുന്നേ. വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. നിനക്കൊന്ന് നാണമില്ലേടേ? ഈ പഴഞ്ചൻ കാറിന്റെ പുറകെ ഇങ്ങനെ കിടന്നോടാൻ. വല്ല നല്ല കാറുമായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ നമുക്ക് നോക്കാം, നീ സത്യം പറയുവാണോ അല്ല കള്ളം പറയുവാണോ. വരൂ കൂട്ടുകാരെ. വേണ്ട. ആഞ്ഞ് തള്ള്. വിട്ടോടാ. താങ്ക് യു, ടാറ്റാ, ബൈ ബൈ, സീ യു. മോട്ടു, അവൻ നമ്മളെ മണ്ടന്മാരാക്കി പോയി. ഇതിന് സ്ഥലം കുറവാണ്. സ്വന്തം കാറിലേക്ക് പോവാൻ. ഹാപ്പി ലാൻഡിംഗ്. ടാറ്റാ, ബൈ ബൈ, സീ യു.
ഇനി എങ്ങനെ നിങ്ങൾ എന്നെ പിടിക്കും അതുകൂടി പറയാ. കൂട്ടുകാർക്കെല്ലാം നമസ്കാരം, ശത്രുക്കൾക്കെല്ലാം ബൈ ബൈ. ഇതാ സാറേ നിങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളി. ജയിലിൽ പിടിച്ചിടൂ സാറേ ഇവനെ. ജയിലിടേണ്ടത് ഇവനെയാണ്. എന്റെ ശത്രു ഇവനാണ്. ഇവൻ എന്റെ കോടിക്കണക്കിന് വരെയുള്ള കാറുകളൊക്കെ പൊളിച്ചടുക്കിയിട്ടേക്കുന്ന കണ്ടില്ലേ? ഇവനെ പിടിച്ച് ജയിലിട്. ഞാൻ ഇവനെ വെറുതെ വിടില്ല.